ഈ ആനന്ദമയ കോശത്തിനും ആത്മാവിനും അന്യോന്യ അധ്യാസം എങ്ങനെയെന്നാൽ, ഞാൻ അനുഭവിക്കുന്നവൻ, ഞാൻ സുഖി, സന്തോഷമുള്ളവൻ, സാധു, രാജസ ഗുണ സ്വഭാവമുള്ളവൻ, താമസ സ്വഭാവമുള്ളവൻ, ജഡൻ, മൂഢൻ, ദുഷ്ടൻ, ഒന്നുമില്ലാത്തവൻ, മോഹമടഞ്ഞവൻ, വിവേകമില്ലാത്തവൻ, ഭ്രാന്തിയുള്ളവൻ, ഇവ മുതലായ ആനന്ദമയകോശ വികാരങ്ങളെ ആത്മാവിൽ അധ്യാസം ചെയ്യുന്നു. ഇങ്ങനെയാണ് ആനന്ദമയകോശ അധ്യാസം. ആത്മാവിന്റെ സച്ചിദാനന്ദ ലക്ഷണങ്ങളെ എനിക്ക് ജ്ഞാനമിരിക്കുന്നു, അത് വിളങ്ങുന്നു, സുഖമായിരിക്കുന്നു എന്ന് ആനന്ദമയ കോശത്തിൽ അധ്യാസം ചെയ്യുന്നു. ഇങ്ങനെ ആനന്ദമയ കോശത്തിനും ആത്മാവിനും അന്യോന്യ അധ്യാസം ഇരിക്കുന്നു. ഇപ്രകാരം പഞ്ചകോശങ്ങൾക്കും ആത്മാവിനും അധ്യാസം ഏതിനാൽ വന്നു എന്നാണെങ്കിൽ, ഇവൻ ആത്മാ, ഇവ പഞ്ചകോശങ്ങളെന്ന് തിരിച്ചറിയാനുള്ള ജ്ഞാനമില്ലാത്തതായ അവിവേകത്തിനാൽ വന്നത്. എന്നാൽ കോശങ്ങളുടെയും ആത്മാവിന്റെയും വിവേകം എങ്ങനെയെന്നാൽ, ലോകത്തിൽ പശു, പുത്രൻ, കളത്ര, മിത്ര, ഗൃഹ, ദാനധാന്യാദികളെ പോലെ ഇത് എന്റെ ശരീരം, ഇത് എന്നോട് പ്രാണൻ, ഇത് എന്റെ മനസ്സ്, ഇത് എന്റെ ബുദ്ധി, ഇത് എന്റെ ജ്ഞാനം എന്നിവകളായ ഇത് എന്നുള്ള ബുദ്ധി വിഷയമായിരിക്കുന്നതിനാൽ ശരീരം മുതലായ രൂപമായിരിക്കുന്ന പഞ്ചകോശങ്ങൾ ആത്മാവാകയില്ല. പശു മുതലായവയെ പോലെ അനാത്മാവാണെന്നുള്ള വിഷയത്തിൽ പഞ്ചകോശങ്ങളും ആത്മാവും വെവ്വേറെയാണ് എന്നത് യുക്തി. ആത്മാവ് ശരീരമില്ലാത്തവൻ എന്നുള്ള ശ്രുതി പശു മുതലായവയുടെ വൃത്തിക്ഷയം മുതലായ വികാരങ്ങൾ അവയുടെ യജമാനനായ ദൃഷ്ടാവിനെ എപ്രകാരം തൊടുന്നില്ലയോ, അങ്ങനെ ശരീരം മുതലായ പഞ്ചകോശ വികാരങ്ങൾ അവയുടെ ദൃഷ്ടാവായ ആത്മാവായ എന്നെ തൊടുകയില്ല എന്നത് അനുഭവം. ഇങ്ങനെയാണ് ശ്രുതിയുക്തി അനുഭവങ്ങളെ കൊണ്ട് ഈ കോശങ്ങളെ നിർണയം ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ പറയുന്നു, ഈ ആനന്ദമയ കോശത്തിനും ആത്മാവിനുമുള്ള അന്യോന്യാധ്യാസം എന്ന് പറയണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കയറും പാമ്പുമായിട്ട് ഇവിടെ പറയുന്ന അധ്യാസം നോക്കുമ്പോൾ, കയറ് പാമ്പ്, അതില് കയറ് സത്യം, പാമ്പ് അതില് അസത്യമാണ്. ഇവിടെ അന്യോന്യ അധ്യാസം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, കയറിന്റെ ഉണ്മയെ പാമ്പിന് കൊടുത്തു, എന്നിട്ട് പാമ്പിന്റെ ഇല്ലായ്മയെ കയറ് സ്വീകരിച്ചു. ഇതിനെയാണ് അന്യോന്യ അധ്യാസം. അതിന്റെ ഇതിൻ്റെത് അതിനും കൊടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിനാണ് വിപരീത അധ്യാസം എന്നാണ് പറയുന്നത്. വിപരീത അധ്യാസം എന്ന് വെച്ചാൽ, ഇപ്പൊ സത്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ ലോകം ഉള്ളതുപോലെയും ലോകം വിളങ്ങുന്നത് പോലെയും ലോകം സുഖമെന്ന പോലെയും നമുക്ക് ഇരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ലോകം നമ്മളെ സ്വീകരിച്ചാണ് വിളങ്ങുന്നത്. എന്നിട്ട് ലോകത്തിന്റെ അപ്രകാശവും ജഡത്വവും അസുഖവും നമ്മിൽ ആരോപിച്ചിരിക്കുന്നു. ഇതിനാണ് അധ്യാസം എന്ന് പറയുന്നത്. അധ്യാസം എന്ന് വെച്ചാൽ ഒന്നിന്റെ അതിനും അതിൻ്റെത് ഇതിനും, വിപരീത ഭ്രാന്തി എന്നും ഇതിനെ പറയും. ഈ രൂപത്തിലാണ് ഈ നമ്മൾ കാണപ്പെടുന്ന വിഷയങ്ങളെല്ലാം ചൈതന്യമുള്ളതായി, സുഖമുള്ളതായി, സത്യമുള്ളതായിട്ട് തോന്നുന്നത്. എന്തുകൊണ്ട്? തന്റെ സ്വരൂപത്തെ അതിന് കൊടുത്തിരിക്കുകയാണ്. അധ്യാസം എന്ന് പറയുമ്പോൾ ഇതിന് അതിന് കൊടുത്തു, അതിന് ഇങ്ങോട്ട് തിരിച്ചു കൊടുത്തു. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ആത്മാവില്ല, വിളങ്ങുന്നില്ല, സുഖമില്ല എന്നുള്ള രൂപത്തിൽ ജഡൻ, മൂടനൊക്കെ ആയിട്ടിരിക്കുന്നത് ഈ ആത്മാവായി. യഥാർത്ഥത്തിൽ എങ്ങനെയാണ്? ഈ വിപരീത ഭ്രാന്തി മാറിക്കഴിഞ്ഞാൽ താനാണ് ഉള്ളത്, താനാണ് വിളങ്ങുന്നത്, താൻ തന്നെയാണ് ആനന്ദ സ്വരൂപമായിരിക്കുന്നത് എന്നുള്ള അനുഭവം മാറി. ഇതാണ് വിപരീത ഭ്രാന്തി. ഇതിനാണ് അധ്യാസം എന്ന് പറയുന്നത്. വേദാന്തത്തിൽ ഇതിനെ അധ്യാസം എന്ന് പറയും. ഒറ്റ വാക്കുകൊണ്ട് തന്നെ എല്ലാം ആയി. അത് ആർക്ക് തോന്നി എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അർത്ഥം, എനിക്ക് സ്വാമി എനിക്കെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എനിക്കെന്ന് പറയുന്ന ആ ഞാൻ ആരാണെന്ന് നീ നോക്കിയോ? അങ്ങനെ നോക്കി വന്നാൽ ഇതിൻ്റെ അധിഷ്ഠാനം പ്രകാശിക്കും. ഈ ആരോപം നീങ്ങാനുള്ള ഒരു വഴി അധിഷ്ഠാനം പ്രകാശിച്ചാലേ പറ്റൂ. ഈ അധ്യാസം നീങ്ങണമെങ്കിൽ അധിഷ്ഠാനം പ്രകാശിക്കണം. അപ്പോൾ അധിഷ്ഠാനം പ്രകാശിക്കണമെങ്കിൽ ഇത് ആർക്കെന്ന് നോക്കി ഈ വിചാരം ഇതിൽ ഉൽപ്പന്നമാകണം. സ്വാമി ഞങ്ങളോട് പറയും, ഇതാ അത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരാളല്ലേ ഇതിരുന്ന് കാണുന്നത്? ആരാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരാണ് ഈ കാണുന്നവൻ? ആരാണ് കാതിലൂടെ ഇത് കേൾക്കുന്നത്? ആരാണ്? അപ്പോൾ നമ്മൾ വേണമെങ്കിൽ പറയാൻ മനസ്സാണ്.
അതെങ്ങനെ മനസ്സാവും? മനസ്സും ജഡമാണ്. ഇതിനെ ചിന്തിച്ച് ചെല്ലുന്നതിനെയാണ് പറയുന്നത് വിചാരം. ഈ വിചാരം കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ഒന്നിനെ കണ്ടുപിടിക്കാനല്ല ഈ വിചാരം, മറിച്ച് ഈ അന്ധക്കരണത്തെ ബഹിർമുഖമായി ഇരിക്കുന്ന ഈ അന്ധക്കരണ വൃത്തികളെ അന്തർമുഖപ്പെടുത്താനുള്ള ഒരു സൂത്രമായിട്ടാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മുടെ മനസ്സും ബുദ്ധിയും എല്ലാം പ്രാപഞ്ചിക വിഷയങ്ങളിൽ ചെതറി കിടക്കുകയാണ്. ഇതിനെല്ലാം തിരിച്ച് പിടിച്ച് തൻ്റെ ഉള്ളിലേക്ക് ചെലുത്തുന്നതിനേക്കാണ്, അതിനാണ് അന്തർമുഖ ദൃഷ്ടി എന്ന് പറയുന്നത്. ഈ അന്തർമുഖ ദൃഷ്ടി കൈവരിക്കാൻ വേണ്ടി, വേറെ ഒന്നും പറഞ്ഞാൽ സൂക്ഷ്മത കൈവരിക്കാൻ, ആ വെളി വിഷയങ്ങളൊക്കെ വിട്ട് അന്തർമുഖപ്പെടാൻ, എന്നുവെച്ചാൽ സമാധിയിലേക്ക് പോകണമെങ്കിൽ തൻ്റെ അന്തർമുഖത്തെ ഇതിൽ വരണം. അതിനാണ് ബഹിർമുഖതയാണ് ഉള്ളത്. ഒരു പറയുന്ന ഒരു കഥ കേട്ടിട്ടില്ല, അതായത് കപ്പല് ഉൾക്കടലിൽ നങ്കൂരമിട്ട് കിടക്കുക. നങ്കൂരം അടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കപ്പല് നടുക്കടലിലൊക്കെ വരുമ്പോഴേ അവർ അതിൽ ഈ കയറിൽ കെട്ടിയ വലിയ കുണ്ടുകളുണ്ട്. ആ കുണ്ടെടുത്ത് വെളിയിലേക്ക് കടലിലേക്ക് ഇടും, ആ കപ്പലിനകത്ത് നിന്ന് വെളിയിലേക്ക് ഇടും. ഒരു അപ്പുറം ഇപ്പുറമായിട്ട് കുറേ കുണ്ടുകൾ ഇടുമ്പോൾ കപ്പൽ അവിടെ അനങ്ങാതെ നിൽക്കുമെന്നുണ്ട്. പക്ഷേ വീണ്ടും ആക്സലറേറ്റ് ചെയ്താൽ കപ്പൽ മുമ്പോട്ട് പോവില്ല. എന്ത് കാരണം? ഈ കുണ്ടുകളാവുന്ന ഇത് താഴ്ത്തി ഇട്ടിരിക്കുക, നങ്കൂരം ഇട്ടിരിക്കുകയാണ്. അപ്പം അതിനവർ ചെയ്യും, ഈ നങ്കൂരത്തെ ആദ്യം പിൻവലിക്കണം. ഇതുപോലെ ഈ ലോക വിഷയങ്ങളിൽ കട്ടുപെട്ട് കിടക്കുന്ന ആ വൃത്തികളെ നമ്മൾ പിൻവലിക്കണം. പിൻവലിച്ചാൽ മാത്രമേ ഈ നങ്കൂരോട്ട് കിടക്കുന്ന കപ്പൽ ആക്സിഡൻറ്റ് ചെയ്താലും പോവാത്തതുപോലെ ഈ മനസ്സും ഉള്ളിലേക്ക് പോകണ്ടേ. ഉള്ളിലേക്ക് പോകണമെങ്കിൽ ബാഹ്യവൃത്തികളെ ഇത് വിടണം. അതിന് വേണ്ടിയിട്ടൊരു ഉപായമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ വിചാരം, ഈ സമ്യക് വിചാരം, ഇത് ആരാണ് കണ്ടുപിടിക്കാനല്ല. എൻ്റെ ഉദ്ദേശം ആളുകൾ ധരിക്കുന്നത് ഏതോ ഒരാളിനെ പോയി കണ്ടുപിടിക്കാൻ, അങ്ങനെയൊന്നും ഇല്ല ഇവിടെ. പക്ഷെ ഇവിടെ ഉള്ളത് ഇതിനെ, ഈ ബഹിർമുഖ ദൃഷ്ടിയെ പൂർണ്ണമായും പിൻവലിക്കാനുള്ള സൂത്രമാണിത്. ഫലം ഒരു സമാധി. മനസ്സ് ഒരു പ്രയത്നമില്ലാതെ ആത്മസ്വരൂപമായിട്ട് നിൽക്കും, അതായിട്ട് അങ്ങനെ നിൽക്കും. ഇതിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. സമാധി അവസ്ഥ ഇതിൽ സംജാതമാകും. അങ്ങനെ ഒരു സമാധി നിലയാണ് വാസ്തവത്തിൽ നമ്മുടെ എല്ലാ സ്വരൂപം. പക്ഷെ അതിനെയാണ് നമുക്ക് കൈമോശം വന്നത്. എന്തുകൊണ്ട്? മനസ്സ് ബഹളാത്മകമായി പോയി. എന്തുകൊണ്ട്? അതിന് കാരണം എന്താണ്? ഈ ലോകത്തോടുള്ള ആഭിമുഖ്യം. അതിന് കാരണം എന്താണ്? ഞാൻ ശരീരമെന്നുള്ള സുഷ്ടജ്ഞാനം. ഇതാണ് കാരണം. അവർ പറയുന്നു ഇതാണ് കാരണം. താൻ ശരീരമെന്നായപ്പോൾ ഈ ലോകത്തോടൊരു ആഭിമുഖ്യം ഉണ്ടായി. അതുകൊണ്ട് അവർക്ക് ഇത്രയേ ഉള്ളൂ, നിരാകരിക്കാൻ ഇത്രയേ ഉള്ളൂ, നീ ശരീരമല്ല. കാരണം അതാണ് അന്നമയ കോശം. ഈ അന്നമയ കോശത്തിനെയാണ് പറഞ്ഞത്. വെറും അന്നമയ കോശം മാത്രമല്ല ശരീരം. ഈ പറഞ്ഞ എല്ലാ 5 കോശങ്ങളും ശരീരം തന്നെ. സ്ഥൂല, സൂക്ഷ്മ, കാരണ ശരീരം, 3 ശരീരങ്ങളും ചേർന്നാണ് 5 കോശമായിട്ട് ഇവർ പറഞ്ഞത്. അതിന് സ്ഥൂലമായിരിക്കുന്ന ഈ അന്നമയ കോശം മാത്രം ചൂണ്ടി അല്ല പറഞ്ഞിരിക്കുന്ന വേദം, മറിച്ച് 3 ശരീരങ്ങളും ഈ ആത്മാവല്ലെന്ന് ബോധിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ആത്മാവ് ആരെന്നുള്ള ചിന്ത ഇതിൽ വരട്ടെ. അതാണ് വിചാരം, സമ്യക് വിചാരം. ഇവർ പറയുന്നു ജ്ഞാനത്തിലേക്ക്, അതായത് വാസ്തവ സ്വരൂപത്തെ അറിയുന്നതിന് കേവലം വിചാരം മാത്രം മതി. അവിടെ വേറെ കർമ്മമോ മറ്റു ഉപാസനകളോ മറ്റു വഴികളോ ഒന്നും ഇവിടെ ആവശ്യമില്ല. അതാണ് ജ്ഞാനത്തിലേക്കുള്ള പ്രത്യേകത. അപ്പോഴ് ഇതൊക്കെ വിട്ട് കളയണമെന്നാണ് സ്വാമി പറയുന്നത്. ചോദിച്ചു സ്വാമി പറഞ്ഞ അല്ലല്ല. കാരണം അന്ധക്കരണ ശുദ്ധി വരുന്നത് വരെ ഈ കർമ്മങ്ങളൊന്നും വിടേണ്ടത്. പക്ഷെ അന്ധക്കരണ ശുദ്ധി കർമ്മം കൊണ്ട് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നിഷ്കാമ്യമായിട്ട് കർമ്മം ചെയ്ത് വരുന്നാൽ മാത്രമേ വരൂ. അതല്ലെങ്കിൽ ഇത് തന്നെ തടിച്ച് പിന്നെ കർമ്മവാസനകളായി മാറും. വേദവ്യാസ മഹർഷി ആദ്യം വേദത്തെയാണ് പ്രകാശിപ്പിച്ചത്. അപ്പോൾ അത് തത്വങ്ങളാണ്.
നല്ല സൂക്ഷ്മ ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇത് പ്രയോജനം കാണുന്നില്ല എന്ന് കണ്ടപ്പോഴേ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം വച്ചതാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും. പക്ഷെ പുരാണങ്ങളിൽ ഓരോ കഥകളൊക്കെ പറഞ്ഞ് തൻ്റെ ആത്മതത്വത്തെ പ്രകാശനം ചെയ്യാൻ വേണ്ടിയാണ് ഉള്ള വിവേകത്തെയാണ് അവിടെ പറഞ്ഞു വെച്ചതെങ്കിലും ആർക്കും മനസ്സിലായില്ല. അവരെല്ലാം കരുതി അത് തന്നെ പിടിച്ചൊരു വാസനയാക്കി വളർത്തി അത് ഭയങ്കരമായിട്ട് വളർന്നു, മല പോലെ വളർന്നു. ഭഗവാൻ വ്യാസന് തന്നെ ഒടുവിൽ വിഷമമുണ്ടായെന്നാണ് പറയുന്നത്. താൻ തന്നെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളിൽ അതിൻ്റെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാതെ എന്തൊക്കെയോ കൃത്രിമത അവർ സങ്കല്പിച്ചുണ്ടാക്കി അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ രൂപത്തിൽ സംഭവിച്ചത്. ഇത് ജ്ഞാനത്തിൽ മാത്രമേ വെളിപ്പെടുത്തുള്ളൂ, അല്ലെങ്കിൽ വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. ഇതിനെയാണ് ഭഗവാൻ പിന്നീട് വിഷമിച്ചു എന്നൊക്കെ പറയുന്നത്. ശുദ്ധജ്ഞാനം അതിനെയാണ് ഉപദേശിക്കാനുള്ളത്. ആ പരിശുദ്ധ ജ്ഞാനം ഉപദേശിച്ചു കഴിഞ്ഞാൽ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിഞ്ഞ ഒരാൾ മുക്തനാവും. അത്രയേ ഉള്ളൂ. അപ്പം ആ മുക്തിക്ക് കാര്യമായിരിക്കുന്നത് ഈ വിചാരമാണ്, ഈ സമ്യക് വിചാരമാണ്, വേറൊരു വിവേകമാണ്. വാസ്തവത്തിൽ താൻ മുക്തനായിട്ട് തന്നെ ഇരിക്കുന്നു, പക്ഷെ ഇതിനെ അറിയുന്നില്ല എന്നുള്ള ഒരു അജ്ഞാനം ഇതിൽ കടന്നുകൂടിയിരിക്കുന്നു. അതിനെയാണ് ഇവർ പരിശോധിച്ചത്. അതിന് കാരണം എന്താണെന്ന് ചിന്തിച്ചപ്പോൾ ഇവൻ ഇങ്ങനെയൊക്കെയാണ്. ഒരിക്കലും അവൻ ഞാൻ ശരീരമെന്ന് പറയുന്നില്ലെങ്കിലും, എൻ്റെ ശരീരമെന്നാണ് പറയുന്നുണ്ടെങ്കിലും ഞാൻ ശരീരമെന്നുള്ള ഇരിപ്പാണ് ഇവയിരിക്കും. ആരെങ്കിലും പിന്നെ എൻ്റെ ശരീരം എന്നല്ല ഞാൻ ശരീരം എന്ന് പറയുന്നുണ്ടോ? പക്ഷെ പറയുന്നില്ല. പക്ഷെ അതെന്തുകൊണ്ട് ആ ഭാഗം ക്ലാസിഫൈ ചെയ്യാൻ ഇവർക്ക് കഴിയുന്നില്ല? എൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ ഞാൻ വേറെ, ശരീരം വേറെ. അപ്പോൾ അങ്ങനെ വേറെ ഇരിക്കുന്ന ഞാൻ ആരാണ് എന്ന് ഇതിൽ വാസ്തവത്തിൽ വിചാരം ഉണ്ടാവും. അപ്പോൾ ആരും അസത്യവാക്കുകളല്ല പറയേണ്ടത്. പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എൻ്റെ ബുക്കെന്ന് പറയുമ്പോൾ ഞാൻ ബുക്കാവുമോ? എൻ്റെ സാരി എന്ന് പറയുമ്പോൾ ഞാൻ സാരിയാണ്. അപ്പോൾ എൻ്റെത് ചേർത്ത് എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി, എൻ്റെ അഹങ്കാരം എന്ന് പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഞാനാണോ? അല്ല. ഇതെല്ലാം എന്നിൽ നിന്ന് വേറിട്ടാണ് നിൽക്കുന്നത്. ഇത് ഞാനല്ല. പക്ഷെ ഞാൻ ആര് പിന്നെ എന്നുള്ളതാണ് വിചാരം. ഇതിനെയാണ് നമ്മൾ സ്റ്റഡി, ഒരു വാസ്തു പറഞ്ഞാൽ ഇതൊരു വളരെ സൂക്ഷ്മത്തിലുള്ള ഒരു അവലോകനമാണ്, സ്റ്റഡിയാണ്. പക്ഷേ മറ്റ് വസ്തുക്കളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും പോലെ ഏതെങ്കിലും ഒന്നല്ല ഇതിൻ്റെ റിസൾട്ട്. ഇതിൻ്റെ റിസൾട്ട് സമാധിയാണ്, ഗുരുവെപ്പ സമാധി. ഈ സമാധി എന്ന് പറഞ്ഞ മനസ്സിൻ്റെ നിശ്ചലത്വം, നിശ്ചല തത്വേ ജീവൻ മുക്തി പറയുന്നു. അതായത് സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചല തത്വം, നിശ്ചല തത്വേ ജീവൻ മുക്തി. അപ്പോൾ ഈ ജീവൻ മുക്തിയെയാണ് ഇവിടെ ലക്ഷ്യമാക്കി ഈ വിചാരം ഇതിൽ ഉത്ഭവിക്കേണ്ടത്. ജീവൻ മുക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിപ്പം അതിനുള്ള കാര്യങ്ങൾ ചിന്തിക്കാനുള്ള സമയമായിട്ടില്ല എന്നിരുന്നാലും കുഴപ്പമില്ല. കാരണം ഇത് ഏത് ജന്മത്തായാലും ഇത് കൂടാതെ ഈ കാര്യങ്ങളുടെ ഒരു ശുദ്ധമായ അറിവ് വരാതെ ഇതിലേക്ക് ആരും പ്രവേശിക്കില്ല എന്നാണ് വേദമതം. നമ്മുടെ എല്ലാം വേദം അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. സമ്യക് വിചാരം കൂടാതെ ആർക്കും തന്നെ ഈ സാക്ഷാത്കാര രഹസ്യം അറിയാൻ ഒക്കില്ല. മറ്റവരെല്ലാം ഏതോ ഒരു ഭാവനാ ലോകത്ത് പോയിരിക്കുകയാണ്. മനസ്സിലായി? എത്ര സൂക്ഷ്മ ലോകങ്ങളുണ്ടെന്നറിയാം. ഇതെല്ലാം ഭാവനയാണ്. സ്വർഗം പോലും ഭാവനയാണ്, ബ്രഹ്മലോകം ഒരു ഭാവനയാണ്, വാസ്തവമല്ലത്. പക്ഷെ ആ ഭാവിച്ചു കഴിഞ്ഞാൽ ആ ഭാവനയ്ക്കൊത്തൊരു ലോകം സൃഷ്ടിക്കപ്പെടുകയാണ്. യഥാർത്ഥം എന്ന് പറയുന്നത് താൻ ആത്മാവാണെന്നുള്ള അപരോക്ഷ അനുഭവം. അതിന് മാത്രമേ ഉള്ളൂ ലോകങ്ങളിലോട്ടുള്ള സഞ്ചാരമില്ലാത്തതും പൂർണ്ണമായും പെർഫെക്റ്റ് ആയിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ലോകാന്തര ഗമനം തന്നെ. സ്വർഗലോകത്ത്, പിതൃലോകം, ഒരുപാട് ലോകങ്ങളുണ്ട്. 14 ലോകങ്ങളുണ്ടെന്ന് പറയുന്നത്.
ഇവിടെയൊക്കെ ഈ ജീവൻ പോയി കിടക്കാതെ നരകിക്കുമെന്നാണ്. ഈ നരകത്തിൽ നിന്ന് മാറ്റുന്നതിനാണ് ഈ മുക്തി എന്നൊക്കെ പറയുന്നത്. ഇതിൽ നിന്ന് ഇതിൻ്റെ ആ ഒരു വൈഷമ്യം ഇതിൽ എന്നേക്കുമായി ഇല്ലാതാക്കുന്നതിലേക്കാണ് ഒരു വിവേകി എപ്പോഴും ശ്രമിക്കുന്നത്. അതൊക്കെ ഇതുവരെയുള്ള ജീവിതം കൊണ്ട് പഠിച്ച് അല്പസ്വല്പം വിവേകമുള്ളവരാണ് ഇതിൽ അധികാരികൾ. ഇതിലേക്ക് അധികാരികളായി വരുന്നത്. എല്ലാവരും അധികാരികളല്ല. പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ കഥ നമുക്ക് പറഞ്ഞു തന്ന വേറൊന്നുമല്ല. പരീക്ഷത്തിൻ്റെ വയസ്സും അദ്ദേഹത്തിന് സിദ്ധിച്ച ഐശ്വര്യാദികളും ഒക്കെ ഇരിക്കെ മുക്തിമാർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഒരു ലീലയാടി, ഒരു നാടകം കളിച്ചത്. പെട്ടെന്ന് ഇയാൾക്കൊരു വേട്ടയാടി രസിക്കുന്ന ഒരു സ്വഭാവമുണ്ട്, മൃഗാവിനോദം എന്നാണ് പറയുന്നത്. അത് രാജാക്കന്മാർക്ക് നിശ്ചിതമല്ല, പാപമല്ലത്. അങ്ങനെ ചെയ്ത് ഉല്ലസിച്ചിങ്ങനെ വരവെയാണല്ലോ സമീക മഹർഷിയുടെ ആശ്രമത്തിൽ വന്ന് ഈ ശാപം ഇയാൾക്ക് ഏറ്റുവാങ്ങാൻ പറ്റിയത്. ഏറ്റുവാങ്ങിയതോടുകൂടി ഇദ്ദേഹത്തിന് ആ മുമ്പുണ്ടായിരുന്ന പ്രസരിപ്പും ആ എല്ലാ ആത്മവിശ്വാസവും എല്ലാം നഷ്ടപ്പെട്ടു. ഇയാൾ പെട്ടെന്ന് തന്നെ താൻ മരിച്ചു പോകുമെന്നുള്ള ഒരു ഭയം ഇയാൾ കടന്നുപോയി. ഇങ്ങനെയാണ് ഇയാൾ അധികാരിയായത്. അല്ലെങ്കിൽ അധികാരിയാവുമോ രാധിക? ഒരിക്കലുമില്ല. നമുക്ക് ആരോഗ്യവും സമ്പത്തും മറ്റ് സ്ഥാനമാനങ്ങളും ഇതെല്ലാം ഇരിക്കുന്നിടത്തോളം ഒരു ജീവൻ ഒരിക്കലും ഈ മുക്തിക്ക് ആഗ്രഹിക്കില്ല. മനസ്സിലായി? അതിന് ഈശ്വരൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അപ്പോഴപ്പോഴപ്പോഴും ഓരോ വിഷമങ്ങൾ കൊടുക്കും. ജീവിതത്തിൽ വരുന്ന എല്ലാ വിഷമങ്ങളും ഒരു ടേണിംഗ് പോയിന്റാണ്. ഈ ജ്ഞാനത്തിലേക്ക് ഇയാൾ പ്രവേശിക്കാനുള്ള ടേണിംഗ് പോയിന്റ്സാണ്. മനസ്സിലായില്ലേ? അല്ലാതൊന്നും ആർക്കും ഈ ലോകത്ത് രക്ഷയില്ല. നമ്മൾ ഓരോ മനുഷ്യരെയും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ശ്രീ രാമാനന്ദ ഗുരുദേവൻ പോലും അദ്ദേഹത്തിന് നല്ല രീതിക്ക് വന്ന കുട്ടിയാണത്. പെട്ടെന്നാണ് കണ്ണുകൾ നഷ്ടപ്പെട്ട് വേറെ ഒരു അവലംബവും ഇല്ല, സാധുക്കളാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ അമ്മയാണ് കൊണ്ടുപോയി പാത്രം തേച്ച് തരും സ്വാമി എന്ന് പറഞ്ഞ് ഏതോ ഒരു കണ്ണങ്കോട് സ്വാമി എന്ന് പറഞ്ഞൊരു സ്വാമിയുണ്ട്, അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ കൊണ്ടുവന്നാക്കി. പറഞ്ഞു ഇതുപോലെ അവന് ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ മതി, അവൻ ഇവിടെയുള്ള എല്ലാ ജോലിയും ചെയ്തു തരും എന്നങ്ങനെ പറഞ്ഞാണ് അവരുണ്ടാക്കി. കണ്ണങ്കോട് സ്വാമി പറഞ്ഞാൽ അതെങ്ങനെ പറ്റും, കണ്ണുകൊണ്ടിടാത്ത ഇയാൾക്ക് എങ്ങനെ പാത്രമൊക്കെ തേക്കാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ അതല്ല സ്വാമി, അത് കണ്ണ് തീരെ കാണാത്തല്ല, ചെറുതായിട്ട് കാണാം. ഇതൊക്കെ എന്തൊക്കെയോ അമ്മ പറഞ്ഞു. അമ്മയുടെ സങ്കടം ചില്ലറയാണോ? തൻ്റെ കുട്ടി അവനെങ്ങനെയെങ്കിലും ഒരു ജീവിതം ഉണ്ടാവണം, എങ്ങനെയെങ്കിലും അവൻ ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു ക്ലാവ് പിടിച്ച ഒരു വിളക്കെടുത്ത് ഇട്ട് കൊടുത്തതാണ് മുമ്പിൽ. ഒന്ന് തേച്ച് കാണിക്കുന്നു, കാണട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞു തേച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് സ്വന്തം പോലും തോറ്റു, അത്ര ശോഭയിലത് തേച്ചു. കാരണം എന്നറിയാം, ഇത് സാധാരണക്കാരല്ല, ഇതിലേക്ക് വന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തോ ചില നിമിത്തങ്ങൾ, ചില കാര്യങ്ങളൊക്കെ പരീക്ഷണമായിട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം അവിടെ തുടർന്നു. അദ്ദേഹം കൈവല്യ നവനീതം ക്ലാസ്സാണ് എടുക്കുന്നത്. ആർക്ക്? അദ്ദേഹത്തിൻ്റെ അന്തരംഗ ശിഷ്യന്മാർക്ക്. അത് അകത്താണ് സ്ഥാനം. അദ്ദേഹത്തിന് അകത്ത് കയറിക്കൂടാ, വെളിയിൽ നിന്നതായിട്ടൊക്കെയാണ് സ്വാമിമാർ പറഞ്ഞ് കേട്ടിരിക്കുന്നത്. എന്നിട്ട് വെളിയിൽ ഇവർ വിളക്ക് തേക്കുന്ന സമയം എന്ന് വെച്ചാൽ ഇവർക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് തേക്കും. കറക്റ്റ് ഉമ്മർത്ത് വന്നിരുന്ന് വിളക്ക് തേക്കും. അപ്പോഴും ഇവിടെ ക്ലാസ് നടക്കും. ഇങ്ങനെയൊക്കെയാണ്. സ്വാമിയെ കണ്ണങ്കോട് സ്വാമി പോലും മനസ്സിലാക്കിയത് വളരെ വൈകിയാണ്. ഇങ്ങനെ ഇരുന്ന ഒരു സമയത്താണ് സ്വാമി ഏതോ ഒരു സ്ഥലത്തൊന്ന് പോയിട്ട് വരാം, നിങ്ങൾ ക്ലാസ് ഒരാൾ വായിക്കുകയും പറയുകയൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയി. ഇദ്ദേഹം പോയിട്ട് തിരിച്ച് വരുന്നതിനടുത്ത് സമയമുണ്ട്. ഇതിനിടയ്ക്ക് അവിടെ ഓരോരുത്തരും അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് നമ്മുടെ ഗുരുദേവൻ, അന്ന് രാമനാണ് പേര്, പറഞ്ഞു അയ്യോ അങ്ങനെ അല്ലല്ലോ സ്വാമി പറഞ്ഞതെന്ന് പറഞ്ഞ് ഇവിടെ തുടങ്ങി ഒരാൾ. അത് വിളക്ക് തേച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. അങ്ങനെ അല്ലല്ലോ സ്വാമി പറഞ്ഞത്, ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞു. അത് അവർക്ക് പിടിച്ചില്ല. ആർക്ക്? ഇയാളുടെ പറയാമെന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി, ഭയങ്കര തർക്കമായി. ഇയാൾ സ്വാമി വന്നപ്പോൾ പറഞ്ഞു കൊടുത്തു, സ്വാമി ഇയാൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്, ഇയാളിത് കേട്ടില്ലാതെ ഇയാൾ എന്ത് പറയാനെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സ്വാമി അപ്പോഴേ ഒന്ന് ശ്രദ്ധിച്ചു.
സ്വാമി ഇതൊന്നും അറിയാൻ വേണ്ടി പിന്നെ ഒരു യാത്ര പോയി. അത് സ്വാമി പോയില്ല, സ്വാമി ഒളിച്ചു നിൽക്കുക. അന്നും ഇതുപോലെ ഒരു തർക്കം പോലെ വന്നു. അദ്ദേഹം കയറി പറഞ്ഞു, സ്വാമി അങ്ങനെയല്ല പറഞ്ഞത്, ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. കണ്ണക്കോട് സ്വാമി കേട്ടപ്പം പരിശുദ്ധ ജ്ഞാനമാണ് പറയണത്. കാരണം അത് തെളിഞ്ഞു പോയേ, ഭയങ്കരമായിട്ട് തെളിഞ്ഞു പോയ ആൾക്കാരാണ്. അവർക്കിത് കേട്ടാൽ തന്നെ അറിയാം നമുക്കിത് എന്ത് പാടാണ്. ഓരോന്നും വളരെ ചിന്തിച്ചല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അവർക്ക് ഇങ്ങനെ തൊടുമ്പോഴാണ് അതിൻ്റെ ആൻസർ ആയി കഴിഞ്ഞു. ഇങ്ങനെ ഇരിക്കുകയാണ് അവർ. സ്വാമി എത്ര കാലം കഴിഞ്ഞാണെന്നറിയാം ഇവരൊക്കെ മനസ്സിലാക്കിയത്. ഒടുവിൽ കണ്ണങ്കോട് സ്വാമിയുടെ സമാധിയോട് അടുക്കുകയാണ്. കേട്ടിട്ടുണ്ടോ കഥ? ചെറുതായിട്ട് കേട്ടിട്ടുണ്ട്, രാധിക മാത്രം കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട് ഇല്ല. കണ്ണങ്കോട് സ്വാമിയുടെ സമാധിയോട് അടുക്കുകയാണ്. സ്വാമി പ്രഖ്യാപിച്ചു, ഞാനൊരു 3 ദിവസം കഴിഞ്ഞ് സ്ഥലമിടുകയാണ്. അങ്ങനെ ശിഷ്യന്മാരെല്ലാം ഒരുപത്തി സന്തോഷത്തിലാണ്. അടുത്ത മഠാധിപതി ആരെന്നൊക്കെയുള്ള ചർച്ചകളും ഇതൊക്കെയാണ് ഇവരുടെ ഇടയിലുണ്ടായത്. എന്നാൽ ബ്രാഹ്മണുണ്ടല്ലോ, അന്ന് മുതൽ ചോറ് കഴിച്ചിട്ടില്ല, ആഹാരം കഴിച്ചിട്ടില്ല. ഒരു മുറിക്കകത്ത് കയറി അടച്ചിരുന്ന് കരച്ചിലോട് കരച്ചു. ആരോ ചെന്ന് പറഞ്ഞു, അല്ല വേറെ ആരുമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇവർക്ക് ചോറൊക്കെ കൊടുക്കുന്നത്. അമ്മയാണ് ചോറെല്ലാം കൊടുക്കുന്നത്. രാമൻ ചോറ് വേണ്ടെന്ന് പറഞ്ഞു, എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അവർക്കത് മനസ്സിലായില്ല. പക്ഷെ ഇത് പോയി ഗുരുദേവൻ ആ കണ്ണങ്കോട് സ്വാമിയോട് ഇവർ പറയാണ്, ഇതുപോലെ രാമൻ ഇങ്ങനെ കഥ അടച്ച് ഇരുന്ന് കരയാണ്, ഒരു വസ്തു കഴിച്ചിട്ടില്ല ഇതുവരെ, എന്ത് കാര്യമെന്നൊട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതാ ആലോചിച്ചു, അതെന്തായിരിക്കും ഇങ്ങനെ ആലോചിച്ചു. ഏതാ ഒരു ദിവസം രാത്രി കണ്ണങ്കോട് സ്വാമീൻ്റെ കഥ തള്ളി തുറന്നകത്ത് കയറിയപ്പോൾ കരയാണ്. കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു. കരഞ്ഞിട്ട്, എന്താ രാമ നീ എന്തിനു കരയണം, കാര്യം പറയൂ. അത് എൻ്റെ അന്നദാതാവ് പോകണം, എനിക്ക് സഹിക്കാൻ കഴിയും. ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് എൻ്റെ അന്നദാതാവേ എന്നുവെച്ചാൽ ഇദ്ദേഹം 2 ദിവസം കഴിഞ്ഞ് സമാധിയാവുകയാണ്, ശരീരം കളഞ്ഞിട്ട് പോകുന്നു. എനിക്ക് എൻ്റെ അന്നദാതാവ് പോകുന്നു, ഞാൻ അനാഥനാവും, എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ കരഞ്ഞ അപ്പോഴദ്ദേഹം പറഞ്ഞു, രാമ നീ ശാസ്ത്രങ്ങളൊക്കെ നിനക്ക് കുറച്ചൊക്കെ അറിയാമല്ലോ, എന്നിട്ടും എന്താണ് നീ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ എന്ന് ചോദിച്ചു. ആരും മരിക്കുന്നില്ല, ശരീരമാണ് പോണത്, ശരീരം പോയാലും ആത്മാവിനും ജനനവും മരണമില്ല, ഇതെല്ലാം നിനക്കറിയാമല്ലോ, പിന്നെന്തിനാണ് നീ കരയണത്? അതെനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇത് പല രൂപത്തിൽ ആളുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ചിന്താന സ്വാമി പറഞ്ഞു, സത്വഗുണത്തിൻ്റെ മാക്സിമാണ്, ജ്ഞാനിയാണ് അദ്ദേഹം എന്ന് വിചാരിച്ച് മൊറട്ടനല്ല അദ്ദേഹം മൊറട്ടനല്ല. ഈ നമ്മളുടെ ആളുകൾക്കുള്ള ധാരണ ഈ ബ്രഹ്മമൊന്നും കൂട്ടത്തിനൊന്നും പറഞ്ഞിങ്ങനെ ഇങ്ങനെ നിൽക്കാൻ, അതല്ല. തീർച്ചയായും അവർ സാധാരണക്കാരാവുകയാണ്. ചിന്താന സ്വാമിയാണ് അത് പറഞ്ഞത്. അവർ നിലവിളിക്കും. ഒരു ജ്ഞാനി എന്തുമാത്രം കരയുമെന്നറിയാമോ? അവർ കരയില്ല, അവർ വലിയ ബലം പിടിച്ച് നിൽക്കുന്നവരാണെന്നൊക്കെ ചുമ്മാ ആളുകൾ പറഞ്ഞ് പരത്തുന്നതാണ്. അവർ സാധാരണക്കാരാവുകയാണ്. ചേച്ചി തന്നെ അറിയാമല്ലോ, അച്ഛൻ ആ ജ്ഞാനം വന്നതിന് ശേഷം നമുക്കൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ തോന്നുന്ന അച്ഛനുണ്ടാവുന്ന വിഷമം ചില്ലറയാണ്. നമ്മളെ മുരളിക്കൊക്കെ എന്തെങ്കിലും പറഞ്ഞെങ്കിലേ അച്ഛൻ അപ്പോഴും പ്രാർത്ഥിക്കും. ഒരിക്കൽ ബാലസാറിന് എന്തോ ഒരു ചെറിയ വിഷമം, ഇവിടുന്നേ തന്നെ ഭയങ്കരമായിട്ട് അവിടെ ചെന്നു. വെച്ചാൽ അതാണ് ഇതിനകത്തുള്ള കാര്യം. ജ്ഞാനികളും മുരട്ടന്മാരല്ല, അലിയുന്നവരാണ്. ഈശ്വരന്റെ സ്വഭാവം ഇതാണ്. അപ്പോൾ ഉടനെ തന്നെ ഗുരുദേവൻ എന്ത് ചെയ്തെന്നറിയാമോ? കണ്ണങ്കോട് സ്വാമി അതിതീവ്ര പക്വനാണ്. ജ്ഞാനം പൂർണ്ണമായി ഫലിച്ചില്ല എങ്കിലും ആ മനസ്സ് സത്വഗുണപ്രധാനമായി വന്നു കഴിഞ്ഞു. നമ്മുടെ ജ്ഞാനം ഫലിക്കണമെങ്കിൽ മനസ്സ് സത്വഗുണപ്രധാനമാവണം. അതാണ് പ്രധാനം. ആ രജോഗുണ തമോഗുണങ്ങളൊന്നുള്ള ആ ശക്തി, ആ അഹങ്കാരം ഇല്ല. ഇത് പെട്ടെന്ന് തന്നെ അദ്ദേഹം ഇവിടെ പറയണതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ നാക്കിനടിയിലൊരു കല്ല്, അത് ഇവരെ സിദ്ധി വരുത്താനായിട്ട് ഇവര് നാക്കിനടിയിൽ ഒരു കല്ലെന്ന് പറഞ്ഞാൽ എന്തോ രസമണി എന്തോ ആണത്, ഇട്ടിരുന്ന പറഞ്ഞ് ആ കല്ല് അവിടെ തന്നെ കിടക്കുമെന്നാണ് പറഞ്ഞത്. നാക്കിനെടുത്ത് അദ്ദേഹത്തിൻ്റെ വായിലിട്ട് കൊടുത്തു.
ജ്ഞാനത്തോടുകൂടി പരിപൂർണമായും ജ്ഞാനസ്ഥനായി എന്നാണ് കഥ പറയുന്നതാണ്. നമുക്കറിയാം എന്തോ അദ്ദേഹം ഉപദേശിച്ചു, അത് വിളങ്ങുകയും ചെയ്തു. അതിന് പറ്റിയ ഒരു അധികാരിത്വം അതിൽ അദ്ദേഹത്തിൽ പ്രകാശിച്ചു. ഇതെല്ലാം നടക്കുന്ന രാത്രി 12 മണി 1 മണി സമയത്ത്. ആരും അറിയുന്നില്ല, ഈ സംഭവം ആരും അറിഞ്ഞില്ല. എല്ലാവരും കിടന്ന് കൂർക്കം വിളിച്ച് ഉറങ്ങുന്ന സമയം സ്വാമി അവിടെ നിന്ന് എഴിച്ച് ഇദ്ദേഹത്തിൻ്റെ റൂമിൽ ചെന്നു. അവിടെ തുറന്നു. വെളിയിലൊരു ഔട്ട് ഹൗസാണ്, ചെറിയൊരു കൂര, അതിനകത്ത് ഇദ്ദേഹം ഇരിക്കുക. മറ്റവരെല്ലാം ഈ കെട്ടിടത്തിനകത്താണ്. വലിയ വലിയ ഇതായിട്ടുള്ള ഇതാണ് കാര്യങ്ങൾ സാധിച്ചു. ഇപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത് എന്താ വെച്ചാൽ, മനസ്സിൻ്റെ ആ ഒരു ലാളിത്വവും എളിമത്വവും ഒരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കും. എന്തൊക്കെ ഉണ്ട് ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരു ബലപ്പെടുത്തമല്ല, സ്വാഭാവികതയിലേക്ക് നമ്മളെ നിലനിർത്താൻ സാധിച്ചാൽ ജ്ഞാനത്തിലേക്ക് വരാൻ ഏറ്റവും എളുപ്പമാണ്. പറയുന്നു, ഈ സ്വരൂപം തൻ്റെ സ്വാഭാവിക നിലയാണ്, ആ കേവല നിലയാണ് ഈ സ്വരൂപമായിട്ടിരിക്കുന്നത്. അതിൽ ബിൽഡപ്പായിട്ടാണ് ഇത് മറ്റു കാര്യങ്ങളെല്ലാം. ഞാൻ എനിക്കെന്നുള്ള രൂപത്തിൽ എല്ലാം ഇതിൽ പുതിയ ഓരോ കുഴപ്പങ്ങളും ഇതിൽ ഉണ്ടാകും. ഞാൻ പഠിച്ച ആളാണ്, ഞാൻ അറിയാമോ, ഞാൻ ബ്രാഹ്മണനാണ്. എൻ്റെ കുടുംബത്തിനെ പറ്റി അറിയാമോ നിങ്ങൾക്ക്? എൻ്റെ കുടുംബം എന്നുള്ള 10, 100 എത്രയോ തലമുറകളായിട്ട് ഇങ്ങനെ വരുന്ന കുടുംബമാണ്. ഇതെല്ലാം എന്താണ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, തൻ്റെ കേവല സ്വരൂപത്തെ ഇത് ഒരിക്കലും വെളിവാകാൻ സമ്മതിക്കാത്ത വിധം ഇത് സപ്രസ് ചെയ്തു. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാനായിട്ട് യഥാർത്ഥത്തിൽ ഒരു പഠിത്തത്തിൻ്റെ ആവശ്യം ഇതിലില്ല, വാസ്തവം പറഞ്ഞാൽ. കാരണം നമുക്ക് നമ്മുടെ ഉള്ളതുപോലെ നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരു പഠിത്തം ഇതിനാവശ്യം. മറിച്ച് അതിന് പറ്റാത്തത് കൊണ്ടാണ് ഇന്ന കാരണമാണ് നിനക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് വേഗം പറഞ്ഞ് നമുക്ക് തരുന്നത്. ഇത് ഒരുപാടങ്ങായി. എന്നാൽ ഞാൻ ഇപ്പോൾ പറയുന്നത്, ഈ ആനന്ദമയ കോശം എന്ന് പറയുന്നതാണ് കാരണശരീരം. ഈ കാരണശരീരത്തിനും ഈ പറയുന്ന ആത്മാവിനുമായിട്ടുള്ള അധ്യാസമാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് അധ്യാസം? അധ്യാസം എന്ന് വെച്ചാൽ അതിൻ്റെത് ഇതിനും ഇതിൻ്റെത് അതിനും കൊടുത്തു. യഥാർത്ഥത്തിൽ ചൈതന്യമായിട്ടുള്ളതും സ്വപ്രകാശമായിട്ടുള്ളതും ആനന്ദമായിട്ടുള്ളതും ആത്മാവാണ്. മറ്റേ കോശങ്ങളെന്ന് പറയുന്നത് ജഡമായിട്ടുള്ളതും ഇല്ലാത്തതായിട്ടുള്ളതും ദുഃഖമായിട്ടുള്ളതുമാണ്. പക്ഷെ തൻ്റെ സ്വരൂപത്തെ അതിന് കൊടുത്തു. അതിൻ്റെ സ്വരൂപത്തിനെ താനും വഹിച്ചുകൊണ്ട് ഇങ്ങനെ ധർമ്മങ്ങൾ വിപരീതമായി നിൽക്കുന്ന ഒരു രൂപത്തെയാണ് അധ്യാസം എന്ന് പറയുന്നത്. ഈ അധ്യാസത്തെ ആദ്യം കാണേണ്ടത്, സ്വാമി പറഞ്ഞ് ലോകം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഞാനുണ്ട് എന്ന് മനസ്സിലാക്കണം. അല്ല, ഞാനില്ലാതെ ലോകമുണ്ടോ? ഞാനുള്ളത് കൊണ്ടല്ലേ ലോകമുള്ളൂ. ഇതിപ്പോൾ തോന്നും ഇതെന്തോന്ന് പറഞ്ഞില്ല, ഇതെന്തിന് കയ്യിൽ വല്ല അർത്ഥമുണ്ടോ എന്ന് നമുക്ക് തോന്നി. ഇതിനാണ് അർത്ഥമുള്ളത്. എപ്പോഴും ലോകത്തെ കാണുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, ലോകത്തിൽ മയങ്ങുകയും കൂടെ ചെയ്യുക. ലോക വിഷയങ്ങളെ കാണുന്നതോടൊപ്പം ലോക വിഷയങ്ങളിൽ മയങ്ങിയിരിക്കുകയാണ്. മയക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം തന്നിലേക്ക് ഒരിക്കലും തിരിഞ്ഞു വരാനായിട്ട് പറ്റാത്ത വിധത്തിൽ അവിടെ ഉറങ്ങിക്കളയും. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഈ മയക്കത്തെ മാറ്റുന്നതിന് വേണ്ടിയാണ് ഇത് ആർക്കെന്നുള്ള ചോദ്യത്തോടുകൂടി ഇതിലൊരു വിചാരത്തെ ഉണ്ടാക്കാൻ പറഞ്ഞത്. അങ്ങനെ ആ വിചാരം ഇതിൽ സമ്യക് വിചാരേണ എന്നാണ് വേദം പറയുന്ന വാക്കാണ്. സമ്യക് വിചാരേണ. ഈ വിചാരം ഇതിൽ ഉത്ഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ മയക്കം മാറി തന്നിലേക്ക് തിരിയുക. എത്തിക്കാതെ മനസ്സിലായില്ല. കുറച്ച് നല്ല വിചാരം ചെയ്യണം. ലോകവസ്തുക്കളിൽ നമുക്ക് എന്തിനാണ് ഉണ്ടായിരിക്കുന്നത്? അതിൽ മയങ്ങിയിരിക്കുന്ന സ്വഭാവമാണ്. ഇവരെന്നെ പറഞ്ഞിട്ടില്ലേ, മക്കളിൽ മയങ്ങി, ധനത്തിൽ മയങ്ങി, പിന്നെ തൻ്റെ പ്രതാപത്തിൽ മയങ്ങി, ആഡംബരത്തിൽ മയങ്ങി, സ്വർണം, അത് ഇങ്ങനെ തുടങ്ങിയതിനൊക്കെ മയങ്ങയല്ലേ ചെയ്യണം, അല്ലാതെ ഉണരുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഓരോ വിഷയത്തെ പിടിച്ച് ഉറങ്ങുകയാണ് ചെയ്യുന്നത്, ഉണരുകയല്ല ചെയ്യുന്നത്. ശരിയല്ലേ? വാസ്തവത്തിൽ പ്രകൃതി ഈ ലോക വിഷയങ്ങളെല്ലാം നമ്മളെ ഉറക്കുന്ന കാര്യങ്ങളാണ്, ഉണർത്തുന്ന കാര്യമല്ല. ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഉണർത്തുന്ന കാര്യം വേദം പറഞ്ഞിരിക്കുകയാണ്. ഇത് ആർക്കെന്ന് നോക്കി ഇതിൽ ഉണരാണ്. അങ്ങനെ ഉണർന്ന് തന്നിലേക്ക് തിരിഞ്ഞ് ഇതിൽ ആ സവികൽപ്പ സമാധി ഇതിന് പഴകി വന്നാൽ അവർ പറയുന്നു അതിൻ്റെ ഫലമായ നിർവികൽപ്പ സമാധി, ഇത് വസ്തുതന്ത്രം ആയിട്ട് ഉടനടി ഉണ്ടാകും. ഇത് നമ്മളൊന്നും വേണ്ട. നമുക്ക്
ഈ വിവേകം മാത്രം മതി ഇതിലേക്ക് ഇങ്ങനെ സ്വരുക്കൂട്ടി ബുദ്ധി ഇവിടെ വർക്ക് ചെയ്താൽ മതി. ഇവിടെ എല്ലാവരുടെ ബുദ്ധിയും മന്ദീഭവിച്ചിരിക്കുകയാണ്. മൂഢത എന്ന് വെച്ചാൽ ബുദ്ധി പ്രവർത്തിക്കാത്തതിനെയാണ് പറയുന്നത്. മനസ്സ് ധാരാളമായി പ്രവർത്തിക്കുന്നതിനെ മൂഢത എന്നാണ് പറയുന്നത്. ബുദ്ധി പ്രവർത്തിച്ചാൽ കഥയില്ല എന്നുള്ള രൂപത്തിൽ ഇതിനെല്ലാം വിടും ആളുകൾ. പക്ഷെ ബുദ്ധി പ്രവർത്തിക്കാതിരിക്കുകയും മനസ്സ് പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് പ്രശ്നമെല്ലാം നിൽക്കുന്നത്. ഇതാണ് സങ്കല്പം. ഈ സങ്കല്പത്തിനെ മാറ്റാൻ പറഞ്ഞതും സ്വപ്നനേരം ഈ സങ്കല്പരഹിതമായിരുന്ന് ധ്യാനിക്കാൻ പറഞ്ഞതും എല്ലാം ഇതിനു വേണ്ടിയിട്ടാണ്. മനസ്സിലായിക്കോളും.